നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടത്തോരനം ഉണ്ടാക്കിയാലോ? കേരള സ്റ്റൈല്. വളരെ കുറച്ച് സാധനം. മുട്ട ഞാനൊരു 3 സവാള എടുത്തിരിക്കുന്നു കേട്ടോ. കുറച്ച് വലുതാണ്. ഓക്കെ, നമുക്കതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത്, അതായത് ഇപ്പം ഈവൻ നമ്മൾ ചിക്കനോ മട്ടനോ മീറ്റോ ഫിഷോ കഴിക്കാത്തവർ പോലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുട്ട. അപ്പോൾ ആ മുട്ട നമുക്ക് എല്ലാവർക്കും ആക്സസബിളാണ്, എല്ലാവരും കഴിക്കും. അപ്പം അതാണ് ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളി എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഈവൻ എല്ലാവരും പല രീതിയിലും പല ഇതിലുമൊക്കെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ കരിവേപ്പിലയും കുറച്ചും മല്ലിച്ചെപ്പും കൂടെ മതി. സിമ്പിളായിട്ട് നടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം ഡെഫിനറ്റ്ലി. അതായത് ഇതിപ്പം എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചെറുതായിട്ട് സവാള ചോപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് വെറുതെ സിമ്പിളായിട്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഏത് താല്പര്യം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിലും അത് നല്ലതാണ്. നമുക്കത് പെട്ടെന്ന് വഴണ്ട്, അതായത് നമ്മുടെ പർപ്പസ് ബേസിക്കലി അത് നമുക്കൊന്ന് നല്ല രീതിയിൽ വഴണ്ട് കിട്ടുക. അതല്ലെങ്കിൽ കരിച്ചൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, അപ്പം നമുക്കത് പെട്ടെന്നാകും വേണം. അപ്പം നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്, അപ്പം നമ്മൾ അതിൻ്റെ ചോപ്പ് ചെയ്യുന്ന അതിൻ്റെ ക്വാളിറ്റി നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ രീതിയിൽ നമ്മൾ ചോപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, സോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു മെയിനായിട്ടൊരു കാര്യം, നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഡു സം അതർ ഗുഡ് വീഡിയോസ്. ഐ എം പ്ലാനിങ് ടു ഡു സം ദ ഗുഡ് വീഡിയോസ്. ഞാൻ ഇനി പുതിയതായിട്ട് ഇന്ത്യയിൽ വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. സോ ഐ ആം പ്ലാനിങ് ടു ഡു വെരി സൂൺ. മേ ബി ഞാൻ അടുത്ത ഒക്ടോബറിലൊന്നൊരു ട്രാവലിംഗ് ഞാനൊന്ന് വെളിയിലൊന്ന് പോകുന്നുണ്ട്, സൗത്ത് കൊറിയയിൽ. അപ്പം അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് നിങ്ങളെ അവിടെ ഫുഡ്, അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞ സൗത്ത് കൊറിയ എന്നൊക്കെ പറയുന്ന രാജ്യത്തൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ കാണുമ്പം എനിക്ക് തോന്നുന്നുണ്ട് എന്നേലും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നതാണ്. ഞാൻ എല്ലാ വർഷവും റെഗുലറായിട്ട് പോകും. നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ, അതായത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ലാസ്റ്റ് ഇയർ തൊട്ടിട്ടാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ എവറി ഇയർ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ അവിടെ പോകാറുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പം ഞാൻ നിങ്ങളെ അവിടുത്തെ കുറച്ച് ഫുഡുകൾ, അവിടുത്തെ കുറച്ച് ഇതെല്ലാം കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്. നോട്ട് ഇൻ സൗത്ത് കൊറിയ. സോ ബേസിക്കലി ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അത് സൗത്ത് കൊറിയയിലെ എസ്പെഷ്യലി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് സൗത്ത് കൊറിയയിൽ. ഒരു 10-15 പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരു കൺട്രിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ കൺട്രി ആയിട്ടുള്ളൊരു വലിയൊരു അറ്റാച്ച്മെൻറ്റ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആൻഡ് ഇപ്പം ഞാനത് പറയാൻ വെറുതെ ജസ്റ്റ് ഞാനിത് പറഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് അവിടുത്തെ കുറച്ച് ഫുഡുകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം. അവർ മുട്ടകളൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുള്ളതാണ് എനിക്കുള്ള വലിയൊരു ആഗ്രഹം. വളരെ സിമ്പിളാണ്. ഞാൻ തക്കാളി എടുത്തു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതായിട്ട് എണ്ണ ഒഴിച്ച് ഞാൻ അതിനകത്ത് കുറച്ച് കടുകിടുന്നു, കുറച്ച് കരിവേപ്പില ഇടുന്നു,
പിന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ സവോള ഞാൻ ആഡ് ചെയ്യുന്നു. സവോള ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ആഡ് ചെയ്തു. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ നോക്കൂ, നല്ലതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഓ യാ, നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്പം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് വളരെ കുറച്ച് സാധനങ്ങളുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല അതിൻ്റെ മല്ലിപ്പൊടി, കുറച്ച് തേങ്ങ, ഇത്രയും സാധനങ്ങളും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് നമുക്കൊരു മുട്ടത്തോരൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കേരള ട്രഡീഷണൽ മുട്ടത്തോരനാണ്. എന്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ഈ തേങ്ങ, അതായത് ഇതിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നിങ്ങൾ പോരുമ്പോൾ അവിടെ കാണുന്നത് എന്താണെന്നറിയോ, അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ എഗ്ഗ് ഭുജിയ, അത് അണ്ട ഭുജിയ. അണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മുട്ടയാണ്, അണ്ട ഭുജിയ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരിക്കലും തേങ്ങ ഇടാറില്ല. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ടച്ച് അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെയിമാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തിരി തേങ്ങ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു തരത്തിലാണ്. നമുക്കെന്ന് അതിൻ്റെ എരിവുകളൊക്കെ ബാലൻസ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കൂട്ടുകാരെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗിവ് മീ സം. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. നിങ്ങളാരും അറിയിക്കാറില്ല, ജസ്റ്റ് ഒന്ന് കണ്ടങ്ങനെ പോവുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈവൻ ലൈക്ക് പോലും ഇല്ല. ഇത്ര വ്യൂസ്, നമുക്ക് കുറേ വ്യൂസൊക്കെ കിട്ടാറുണ്ട് കുറച്ച്. ഐ എം വെരി ഹാപ്പി. എന്താണെന്ന് ചോദിച്ചാൽ, എസ്പെഷ്യലി ഞാനൊരു പുതിയ ആളാകുമ്പം എനിക്കതിനകത്ത് വളരെ എനിക്ക് ഹാപ്പി തോന്നാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇത്രയും കുറവ് ലൈക്കിന് പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര വെരി മച്ച് ഹാപ്പി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് ഒരു 1 lakh ലൈക്സ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ വ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഞാൻ ഒന്ന് ഡാൻസ് ചെയ്യും. എനിക്കത് പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ നമ്മുടെ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കരിയാൻ പാടില്ല. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഓക്കെ, പിന്നെ നമുക്കടുത്ത് മുളക് പൊടി ഇടുന്നു. ഇനി നമുക്ക് വന്നിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗരം മസാല ആൻഡ് കുരുമുളക്, ഇത്രയും സാധനങ്ങൾ മതി. ഓക്കെ, ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കൂട്ടുകാരെ. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യണം. അത് കരിയാനൊന്നും പാടില്ല. അത് നമ്മൾ വളരെ തീയൊക്കെ കുറച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ എന്താണെങ്കിലും, അതായത് നമ്മൾ ഈ മസാലകൾ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂട് കുറച്ചിട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കറിക്കുള്ള ടേസ്റ്റിനുള്ള ഒരു എക്സ്ട്രാ ടിപ്പ് അതാണ്. ഇത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിയുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. നമുക്ക് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ നോക്കിയേ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇനിയാണ് നമ്മളുടെ എന്താ പറയുക, നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുട്ടയാണ് ഇനി നമ്മൾ പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഓക്കെ, ഒന്ന് നോക്കൂ, അപ്പോഴാണ് നമ്മൾ അതിപ്പോൾ നോക്കൂ, നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മുട്ട ആഡ് ചെയ്യാം. മുട്ട ആഡ് ചെയ്യാം. മുട്ടത്തോരൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ മെമ്മറീസാണ്. ഒരു ചൈൽഡ്ഹുഡ്, അതായത് കുട്ടിക്കാലങ്ങളിൽ
നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുന്ന, അപ്പോൾ അതൊക്കെയാണ് എനിക്കൊക്കെ ഓർമ്മ വരുന്നത്. അത് ഇറ്റ്സ് എ ഗുഡ് മെമ്മറീസ്. അതൊരു നല്ല ഒരു മെമ്മറികൾ എന്നും നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നും ഓർത്തു വെക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ മെമ്മറികൾ, ഈവൻ നമ്മുടെ ഫുഡിലുള്ള മെമ്മറികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, പല രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പം അപ്പം ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ കേരളത്തിലെ ഫുഡ്. അത് വലിയൊരു നമുക്കതൊരു വലിയൊരു മെമ്മറീസാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ എന്താ പറയുക, ഞങ്ങൾ ഈവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് തപ്പി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനുകൂടെ ഏറ്റവും വലിയ പ്രധാന കാര്യം, ഞാൻ സ്പെയിനിൽ ബാർസലോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേര് വരുന്നത് താജ്മഹൽ റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ നമ്മുടെ ഇതായിട്ടുണ്ട്. കുറച്ച് കറി ലീഫ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ഒക്കെ നല്ലതായിട്ട് അത് നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ എനിക്കെന്തോ ഒരു ടേസ്റ്റിന് വ്യത്യാസം. അപ്പോൾ അതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പേരെന്താണെന്നറിയോ? ഈവൻ യു ക്യാൻ ഗോ എനിവെയർ ഇൻ ദ വേൾഡ്. അവർ പാകിസ്ഥാൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നാണ്. നമുക്ക് വലിയൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പേരിലാണ് അവർ താജ്മഹൽ റെസ്റ്റോറൻറ്റ്. താജ്മഹലിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ ഒരിക്കലും ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് എന്നൊന്നും എവിടെ ഇടാറില്ല. അപ്പം അതൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നി. ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ. അപ്പം നമ്മുടെ എല്ലാ ആൾക്കാർക്കും അതൊരു ഭയങ്കരമായിട്ട് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ എല്ലായിടത്തും ചോദിച്ചു, പലരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു പാകിസ്ഥാനിലുള്ള ഒരു ഫോളോവർ നോട്ട് എൻ്റെ ഫോളോവർ അല്ല, ഞാൻ അയാളുടെ ചാനൽ കാണുന്ന ഒരാളാണ്. അപ്പം ഞാൻ അയാളെക്കുറിച്ച് അപ്പോൾ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എല്ലായിടത്തും ഇന്ത്യയുടെ പേരിലുള്ള നമ്മുടെ ചാനലിൽ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പ്രാവശ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. താങ്ക് യു.